നമസ്കാരം. ഇതെൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് ആണ്. സെക്കൻഡ് അറ്റംപ്റ്റ് എന്ന് വിചാരിക്കുമ്പോൾ ഒരു ചെറിയ ടൈം പീരീഡ് ആണെന്ന് തോന്നുവാണെങ്കിലും എൻ്റെ ലൈഫിലത് വളരെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിലാരും വർക്കിംഗ് അല്ലായിരുന്നു. അപ്പോൾ ഇത്രയും കാലം ഞാൻ എങ്ങനെ പിടിച്ചു നിന്നു എന്ന് പോലും എനിക്കറിയത്തില്ല. അപ്പോൾ അതിനു വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്യാൻ എൻ്റെ ഫ്രണ്ട്സ്, ഫാമിലി കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ട്. അതെനിക്കൊരു പ്രിവിലേജ് തന്നെയാണ്. ഇപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹരിത ഇവിടെ ഉണ്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എൻ്റെ കുറേ ആൾക്കാർ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അവരെൻ്റെ ഫ്രണ്ട്സ് എന്ന് എനിക്ക് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്ക് ഉറപ്പായിട്ടും പറയാം, അവർ ദേ ആർ ലൈക്ക് ബ്ലഡ്. അത്രയും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചിലരെന്നെ അഡോപ്റ്റ് ചെയ്തു എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇവിടെ എൻ്റെ 2 സാറുമാർ വന്നിട്ടുണ്ട്. പ്രിയാമ്പിൾ എന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് റൺ ചെയ്യുന്നവരാണ്. അവരെന്നെ അവരുടെ ഒരു ഫാമിലി ആയിട്ട് എന്നെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലെനിക്ക് ഒത്തിരി നന്ദി പറയാനുണ്ട്. എൻ്റെ അനിയൻ്റെ കാര്യം പറയുവാണെങ്കിൽ അവൻ എനിക്ക് പാരൻ്റ് തന്നെയാണ്. എന്നെ ചേച്ചിയായിട്ടല്ല അവൻ കാണുന്നത്. പല ടൈമിൽ എസ്പെഷ്യലി ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഇമോഷണൽ എനിക്ക് ഡിപ്രഷൻ ഫേസിലൂടെ ഞാൻ കടന്നുപോയായിരുന്നു. അപ്പോഴും അവനാണ് എന്നൊരു കുഞ്ഞിനെ പോലെ കൊണ്ട് നടന്നത്. ഐ റിയലി മീൻ ഇറ്റ്. ഒത്തിരി രാത്രികളിൽ അവൻ എന്നെ ഉറക്കിയിട്ടുണ്ട്, സീരിയസ്ലി. അപ്പോൾ അവനും അച്ഛനൊന്ന് വരാൻ പറ്റിയില്ല. അച്ഛന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ആയിട്ടിരിക്കുവാണ്. അപ്പോൾ അവർ രണ്ടുപേരെയും ഞാൻ മിസ് ചെയ്യുന്നു. ഒത്തിരി പേരുടെ സ്വപ്നത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അത് മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ സർവീസ് ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു.